ഹായ് ഹലോ നമസ്കാരം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക മത്തിക്കറിയാണ് കേട്ടോ. മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ഇതിൽ സ്പെഷ്യലായിട്ട് വെണ്ടയ്ക്കയാണ്. നിങ്ങളാരും വെണ്ടയ്ക്കയിട്ട് കറി ഉണ്ടാക്കിയിട്ടുണ്ടാവില്ലായിരിക്കും കേട്ടോ. ഇത് ഫസ്റ്റ് ടൈം ആയിരിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നല്ലതായിരിക്കും. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലൊക്കെ തന്നെ വെളിച്ചെണ്ണ ഒഴിക്കുന്നു, കടുകിടുന്നു. കടുക് ഇഷ്ടമുള്ളവർക്ക് ഇടാം, ഇല്ലാത്തവർക്ക് വേണ്ട. നമുക്ക് വേണമെങ്കിൽ മാത്രം മതി കേട്ടോ. നമ്മുടെ ഇഷ്ടമാണ്. പിന്നെ കറിവേപ്പില ഇടുന്നു. ഉലുവയാണ് ഡയറക്റ്റ് ഇടുന്നെങ്കിൽ ഉലുവ ഇട്ട് പൊട്ടിച്ചോട്ടെ. കടുക് പൊട്ടിക്കുന്നതിനൊപ്പം തന്നെ പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഉള്ളി. ഞാനിവിടെ പച്ചമുളകിന് പകരം കാന്താരിയായിട്ട് എടുത്തിരിക്കുന്നത്. ഉള്ളി വേണമെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് ഇടാം, ഇല്ലെങ്കിൽ വേണ്ട. അതും നമ്മുടെ ഇഷ്ടം പോലെ ടേസ്റ്റ് അനുസരിച്ച് ചെയ്താൽ മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ മഞ്ഞൾ പൊടി. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. വഴറ്റി ഒരു ബ്രൗൺ കളറൊന്നും ആവണമെന്നില്ല, ഒന്ന് വഴന്നാൽ മതി. വഴന്ന് വരുന്ന സമയത്തേക്ക് നമുക്ക് ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ആദ്യമേ തന്നെ ഓൾറെഡി വറുത്ത് വെച്ചിരിക്കുന്ന ഉലുവാപ്പൊടി അതിൻ്റെ ആ സമയത്ത് ഇട്ടേക്കുന്നത്. പിന്നെ നമുക്ക് മഞ്ഞൾ പൊടി വേണം, മഞ്ഞൾ പൊടി നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. മല്ലിപ്പൊടി വേണം, മുളക് പൊടി വേണം. മുളക് പൊടി ഞാൻ 2 മുളക് പൊടി മിക്സ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. ഒന്ന് കാശ്മീരി പൊടി, നമ്മുടെ നാടൻ പൊടി. അതാകുമ്പോൾ എരിവും ഉണ്ടാവും, കളറും ഉണ്ടാവും. സോ ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഓവറായിട്ട് മൂപ്പിക്കേണ്ട, നമ്മൾ ആവശ്യത്തിനൊരു മൂപ്പിച്ചെടുത്താൽ മതി. അല്ല കരിച്ച് കളയരുത്. പൊടി ഇങ്ങനെ ഡയറക്റ്റ് ചെയ്യുന്നതുകൊണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള തിളച്ച വെള്ളമോ അല്ലെങ്കിൽ പച്ചവെള്ളം ഒഴിച്ചാലും മതി, കാരണം തിളച്ചോളുമല്ലോ, അത് പ്രശ്നമൊന്നുമില്ല. പിന്നെ ആവശ്യത്തിനുള്ള പുളി, കുടംപുളിയോ വാളംപുളിയോ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിന് ഇടാവുന്നതാണ്. പിന്നെ ഈ നന്നായിട്ട് തിളയ്ക്കണം കേട്ടോ. നമ്മളെപ്പോഴും മീൻ അരപ്പൊഴിക്കുമ്പോൾ നന്നായിട്ട് തിളച്ചിട്ട് മാത്രം ഒഴിക്കാവുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ അകത്തേക്ക് ഉളുമ്പ് എപ്പോഴും ഇറങ്ങിയും ആ മീൻ കറിക്ക് വല്ലാത്തൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതൊരു ഇഷ്ടമുള്ളവർക്ക് കുഴപ്പമില്ല, ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് വെണ്ടയ്ക്കയാണ്. അത് തിളച്ച ആ മീൻ കറിയിലേക്ക് നമ്മൾ നേരെ ഡയറക്റ്റ് വെണ്ടയ്ക്ക ഇടുന്നു. ഇട്ടിട്ട് നമ്മൾ ഓവറായിട്ട് കുക്കൊന്നും ആവണ്ട, ആവശ്യത്തിനൊരു കുക്കായാൽ മതി. കാരണം അപ്പോൾ ഈ വെണ്ടയ്ക്കയിലേക്ക് പുളിയും ഉപ്പും മീനിൻ്റെ ടേസ്റ്റും ആ മത്തിയുടെ ടേസ്റ്റും കൂടെ പിടിച്ചാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് മാത്രം മതി കേട്ടോ ചോറുണ്ണാനായിട്ട്. പിന്നെ ഇത് എന്തിനോടും കഴിക്കാം, അപ്പോൾ ചപ്പാത്തി ഇഷ്ടമുള്ളതുപോലെ കഴിക്കാവുന്നതാണ് കേട്ടോ. ഇതൊന്നും പ്രശ്നമില്ല. പിന്നെ ഈ പുളി ഞാൻ സെൻറ്ററിൽ നിന്ന് മാറ്റി സെൻറ്ററിലോട്ടൊന്ന് ഇട്ട് കൊടുക്കട്ടെ, സൈഡിൽ നിന്ന് മാറ്റി അങ്ങോട്ട് ഇട്ട് കൊടുത്താണ് കേട്ടോ. എല്ലായിടത്തും പുളി പിടിക്കണമല്ലോ, അങ്ങനെ ചെയ്തതാണ് കേട്ടോ. അങ്ങനെ ചെയ്തിട്ടൊന്ന് മൂടി വെച്ച് അടച്ച് വേവിക്കുക. പിന്നെ ലേശം കുരുമുളക് കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അത് വേണമെങ്കിൽ ഇട്ടാൽ മതി, ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. എന്നിട്ട് പിന്നെ ലാസ്റ്റ് കുറച്ച് ഓഫ് ചെയ്യാൻ നേരത്ത് കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് ഓഫ് ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ മീൻകറി നിങ്ങൾ ഡയറക്റ്റായിട്ട് തന്നെ നിങ്ങൾ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കിയിട്ട് മാത്രമേ നമുക്കിതിൻ്റെ ഒരു ടേസ്റ്റ് മനസ്സിലാവുള്ളൂ. താങ്ക് യു.